ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്ക് എന്തോ ഒരു സംശയം. കാരണം രാത്രിയായിട്ടും ഒരു 12 മണി കഴിഞ്ഞ് വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ടൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ കേട്ടു. അതുകൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, നമ്മളെ അറിയിക്കുന്നേ ഇല്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശി അനിയെ ഇങ്ങനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. അനാമിക ഇങ്ങനെ മോളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നിങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്നില്ല. ആ മോൾ എന്തൊക്കെയോ മനസ്സിലൊതുക്കി ഇങ്ങനെ വിഷമിച്ച് നടക്കുവാണ്. അവനെന്താ ഇങ്ങനെ എത്ര ഉപദേശിച്ചിട്ടും അവന് നന്നാകുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദ്യകാലങ്ങളിൽ അനാമികയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ദേവയാനിക്ക്, പക്ഷേ ഇപ്പോൾ ആ ഒരു ഇഷ്ടം കാണിക്കുന്നില്ലല്ലോ എന്ന് പറയുക. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളെ ആദ്യം ഇഷ്ടമില്ലായിരുന്നല്ലോ, പക്ഷേ നയനയാണ് കരൽ കൊടുത്തത് എന്ന് പറഞ്ഞപ്പോഴേക്ക് ദേവയാനിക്ക് ഇപ്പോൾ നയനയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനിടയ്ക്ക് അനാമികയെ സ്നേഹിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ആദർശനോടൊന്ന് പറയണം, അനീനെ ഒന്ന് ഉപദേശിക്കുന്ന കാര്യം പറയണം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പിന്നെയും പറയുകയാണ്, ഞാൻ ഒരിക്കൽ ആദർശനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അന്നേരം ആദർശനോട് പറഞ്ഞത്, എങ്ങനെയൊക്കെ ഉപദേശിച്ചാലും അവൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. കാരണം അനാമികയെ പോലൊരു പെൺകുട്ടിയെ ഒരാൾക്കും അങ്ങനെ സ്നേഹിക്കാനായിട്ട് കഴിയില്ല എന്ന് അവൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ, അനാമികയുടെ ഭാഗത്തും എന്തെങ്കിലും ഒരു മോശമായ സംഭവം കാണും, പക്ഷേ ആരും നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അനാമികയുടെ വീട്ടിലോട്ട് ഇങ്ങനെ ചെല്ലുന്നതാണ്. അന്നേരത്തേക്ക് ഇതിൻ്റെ ആ വീഡിയോ കാണിച്ചതിൻ്റെ റിസൾട്ട് എന്തായി എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ രേവതിയും വേണു. അവർ ഓടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എല്ലാവരെയും കാണിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും അത്യാവശ്യം എല്ലാവരെയും കാണിച്ചു എന്ന് പറയുമ്പോഴേക്കും ആ വീട്ടിലുള്ള കിളവൻ മുത്തശ്ശനും മുത്തശ്ശിയും കാണിച്ചു എന്ന് ചോദിക്കുമ്പോഴേക്കും അവരെ കാണിച്ചില്ല എന്ന് പറയും. അന്നേരം ആദ്യം അതെന്ത് പണിയാ നീ കാണിച്ച, അവരെ അല്ലായിരുന്നു ആദ്യം കാണിക്കേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, എല്ലാവരെയും കാണിക്കുക എന്ന ഓർത്താണ് ഞാൻ ഇരുന്നത്, ബാക്കി എല്ലാവരെയും കാണിച്ചു, ഇനി അവരെ രണ്ടുപേരും കാണിക്കാനുള്ളൂ എന്ന് പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അവരെയാണ് ആദ്യം കാണിക്കേണ്ടത്, അവരുടെ കൊച്ചുമോനെ വഴിതെറ്റി പോയെന്ന് അവരല്ലേ അറിയേണ്ടത്, എങ്കിലേ നമ്മുടെ ഭാഗത്ത് ഒരു ബലം കിട്ടുകയുള്ളൂ, നീ അവിടെ പലതും സഹിച്ചാണ് നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകണം, എന്നിട്ട് നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരും എന്ന് ഭീഷണി മുഴക്കുമ്പോഴേക്കും നിന്നെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ പാരിതോഷികം തരും, അങ്ങനെ നമുക്ക് പലതും നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ഇങ്ങനെ വേണു പറയുന്നുണ്ട്. അന്നേരം രേവതിയും പറയുന്നുണ്ട്, അങ്ങനെ വേണം നമ്മൾ കാര്യങ്ങൾ നീക്കാൻ. ഇനിയിപ്പോൾ ദേവയാനിയോ നയനയോ അവരെ വിഷം കഴിക്കാനുള്ള കാരണം നമ്മൾ രണ്ടുപേരാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും അതൊന്നും അനിയുടെ അമ്മ വിശ്വസിക്കരുത്, നന്ദുവിനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വരാനുള്ള അടവാണ് എന്ന് നമ്മൾക്കങ്ങ് പറഞ്ഞു വെച്ചേക്കണം, ഇങ്ങനെയുള്ള പലതും നടക്കും എന്നിങ്ങനെ അന്നേരം അവരിങ്ങനെ വിശ്വസിക്കില്ലല്ലോ, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്, അനിയുടെ അമ്മ ഒരിക്കലും എന്നെ വിശ്വസിക്കില്ല, എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും. അന്നേരം അനാമിക മുഖത്തൊരു വിഷമമുണ്ട് കേട്ടോ. അന്നേരം എന്താ നിനക്കൊരു ഉത്സാഹം ഇല്ലാത്തത് എന്ന് ചോദിക്കുക. അന്നേരം അനാമിക പറയുകയാണ്, എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെപ്പാട് ഒരു നിരാശയാണ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും അവൾ ആ വീട്ടിലോട്ട് കയറുമല്ലോ, നന്ദു ആ വീട്ടിലോട്ട് കയറുമല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും എനിക്ക് ഇത്തിരി വിഷമമുണ്ട്, അവൾ ഒരിക്കലും അനന്തപുരിയിൽ കയറരുത്, അതാണ് എൻ്റെ ആഗ്രഹം എന്നിങ്ങനെ പറയുക. അന്നേരം വേണു പറയുന്നുണ്ട്, അവർ നമ്മെ പരസ്പരം വീണ്ടും വീണ്ടും അടുക്കുകയാണല്ലോ മോളെ, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അവളുടെ പേരിൽ വേണം ആ വീട്ടിൽ ആ കലാപം ഉണ്ടാക്കാനായിട്ട്, വഴക്കുണ്ടാക്കാനായിട്ട്, അതിനുള്ളത് നമുക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് 3 പേരും കൂടി ഇങ്ങനെ ഐഡിയ ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ 2 പേരും കൂടി ഇങ്ങനെ ഹാളിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് ചായ കൊണ്ട് കൊടുക്കുകയാണ് നയന. അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഇവിടെ എന്തായിരുന്നു സംഭവം, രാത്രിയായിട്ട് ആരും കിടന്നില്ലായിരുന്നല്ലോ, എന്തായിരുന്നു കാര്യം എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അത് ഇന്നലെ അനി വരാൻ ഇത്തിരി താമസിച്ചു, അവനെ ഒന്ന് ഇടയ്ക്കൊന്ന് കാണാതെ പോയെന്ന് പറയുക. അന്നേരം മുത്തശ്ശൻ ചോദിക്കും, കാണാതെ പോയോ, മനസ്സിലായില്ല എന്ന് പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അവൻ ഇന്നലെ അമ്പലത്തിൽ പോയി, അതിനുശേഷം അവിടെ ആൾത്തറയിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി, എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചുകൊണ്ട് വരുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അവൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്ന്. അന്നേരം നയന പറയും, അവനെന്തോ നിരാശയുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴേക്കും അവൻ്റെ നിരാശയൊക്കെ എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് ശരിക്കും തള്ളിക്കിടത്താത്തത് അവൻ്റെ അഹങ്കാരം കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അന്നേരം നയന പറയുന്നുണ്ട്, അനിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, അവൻ്റെ ഭാഗത്തും ചെറിയ ശരികളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, അതങ്ങനെ ഏത് വിഷയം എടുത്താലും 2 ഭാഗത്തും ശരികളുണ്ടാകും, അതിനെക്കുറിച്ച് സംസാരിച്ച് അത് ശരിയാക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ അവരുടെ ബന്ധം വീണ്ടും അകന്നു പോകും, അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ മോള് ഭയങ്കര ഇഷ്ടമാണല്ലോ അവന്, അതുകൊണ്ട് മോള് നന്നായിട്ടൊന്ന് ഉപദേശിക്കുക എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ നയന പറയും, ഞാൻ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോവാണ് കേട്ടോ. പോയി കഴിയുമ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ പറയാണ് കേട്ടോ, കൊച്ചുമോൻ അമ്പലത്തിൻ്റെ ആൾത്തറയിൽ കിടന്നുറങ്ങിപ്പോയിന്ന്, ഇതൊക്കെ എന്താ സംഭവം എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം മുത്തശ്ശി പറയാണ്, അവൻ അങ്ങനെ ചെയ്തെങ്കിൽ അവൻ്റെ മനസ്സിൽ അത്രയും ടെൻഷൻ ഉണ്ട് എന്നല്ലേ നമ്മൾ കരുതേണ്ടതെന്ന്. അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മുത്തശ്ശൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാണ്. അനി ആകെ ഇങ്ങനെ വിഷമാണ് കേട്ടോ. അനി ഇങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങനെ സോഫയിൽ വന്നിരിക്കുകയാണ്. അന്നേരം അനിയുടെ മനസ്സിൽ ആകെപ്പാട് ഒരു ആശ്വാസമായിട്ട് കയറി വരുന്നത് നമ്മുടെ നന്ദുവിനെ
ഒന്ന് ഹഗ് ചെയ്തല്ലോ, ആ ഒരു സീനാണ് മനസ്സിലേക്ക് ഇങ്ങനെ എപ്പോഴും ഒരു ആശ്വാസം പോലെ ഇങ്ങനെ കയറി വരുന്നത്. അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ നയൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അനി ഉപദേശിക്കണമെന്നാണല്ലോ മുത്തശ്ശനൊക്കെ പറഞ്ഞു വിട്ടത്. നേരെ അനി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴേക്കും അടുത്തേക്ക് ഇങ്ങനെ ചെല്ലും. എന്നിട്ട് ഒരു കപ്പ് ചായയൊക്കെ കൊടുക്കും. എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട്, അനി നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അന്നേരം അനി ഒന്നും ഇങ്ങനെ മിണ്ടില്ല. അന്നേരം ഇന്നത്തെ സീനൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നന്ദുവിനെ പോയി കണ്ടു, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി. അന്നേരം കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നീയാണല്ലേ അതിന് കാരണം, നീ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോഴേക്കും അനി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ശരിയാണ്, ഞാൻ അത്രയും വിഷമിച്ച് അവിടെ കിടന്നപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി, ഞാനാണ് അവളെ കെട്ടിപ്പിടിച്ചത് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, നീ അങ്ങനെ ചെയ്തതുകൊണ്ട് നാണം കെടേണ്ടി വന്നത് നന്ദു കൂടിയാണ്. അവൾക്കും ഒരു ലൈഫ് ഉള്ളതാണ്, മറ്റൊരാളുടെ കൂടെ ജീവിക്കേണ്ട പെൺകുട്ടിയാണ്. നീ ഇത് ചെയ്തത് ശരിയാണോ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. അന്നേരം അനി പറയുന്നുണ്ട്, ഇപ്പോൾ ഉടനെ ഒന്നും ഒരു വിവാഹത്തിന് നന്ദു സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോഴേക്കും നയന ചോദിക്കും, അത് അനിയാണോ തീരുമാനിക്കേണ്ടത് എന്ന്. അവൾക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട്, വിവാഹപ്രായമായി, വിവാഹാലോചനയൊക്കെ ഇപ്പോൾ വരുന്നുമുണ്ട്. അതിലേതെങ്കിലും നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ നടത്താൻ തന്നെയാണ് അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ ഉദ്ദേശം എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിവാഹാലോചന നടക്കുന്ന കാര്യം എന്നോട് അവൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അന്നേരം നയന പറയും, അതിപ്പം അനിയോട് പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് പറയാത്തത്. ഇതിൻ്റെ പേരിൽ ഇനി അവളെ ശല്യം ചെയ്യാനായിട്ട് ചെന്നേക്കരുത്. അവൾക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് അനിയായിട്ട് നഷ്ടപ്പെടുത്തരുത്. നന്ദുവിനോട് ഞാൻ സംസാരിച്ച അവൾക്കും വലിയ താല്പര്യമൊന്നുമില്ല അനിയോടുള്ള കൂടെയുള്ള ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് അനി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം കിട്ടിയില്ല. അതുകൊണ്ട് അവളെ ശല്യം ചെയ്യാൻ ചെന്നേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കുറേ ഉപദേശിച്ചിട്ട് അങ്ങ് പോവാണ് കേട്ടോ നയന. അന്നേരം ഇത്തിരി വിഷമാവുന്നുണ്ട് കേട്ടോ എനിക്ക്. ഈ സമയം നമ്മുടെ ദേവയാന അടുക്കള ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ആകെ വിഷമിച്ച് നയന ചെല്ലുന്നു. നയനയുടെ നിപ്പും മട്ടും ഒക്കെ കാണുമ്പോഴേക്കും ദേവയാന എനിക്ക് കാര്യം മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അനിയോട് സംസാരിച്ചോ? അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ എറിയാൻ വേണ്ടിയിട്ട് പറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ അത് നേരാ, പക്ഷേ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ഒരു ബന്ധം ഒരിക്കലും നടക്കില്ല. ഈ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാക്കിക്കൊണ്ട് നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, മോൾ ഈ പറയുന്നത് നേരൊക്കെയാണ്, പക്ഷേ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ ഇറക്കി വിടാനായിട്ട് പറ്റുമെന്ന് നമ്മൾക്ക് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അനിക്ക് നന്ദുവിനോടുള്ള പോലെ തന്നെ നന്ദുവിന് തിരിച്ച് ഇഷ്ടമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇന്നലെ കണ്ടതുപോലെ ഒരു സീൻ ഉണ്ടാകില്ലായിരുന്നല്ലോ എന്നിങ്ങനെ ദേവയാനി പറയും. അന്നേരം നയന പറയുന്നുണ്ട്, ആ ഒരു സീൻ ഉണ്ടാക്കിയത് അനിയാണ്. ഇങ്ങനെ കാണാതെ പോയതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു നന്ദു കാരണമാണല്ലോ എന്ന് ഓർത്തപ്പോഴേക്കും അവൾക്ക് കുറച്ച് കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അനിയെ പിടിച്ചപ്പോഴേക്കും അനിയെ ഭയങ്കര സന്തോഷമായി. അവൾക്ക് അതിനിടയിൽ അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അതിനെ ഇങ്ങനെ എതിർക്കാനും അവൾക്ക് സാധിച്ചില്ല. കറക്റ്റ് സമയത്ത് ആരും അത് ഷൂട്ട് ചെയ്തെടുക്കുകയും ചെയ്തു. അതാണ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്ക് ദേവയാനി പറയുന്നുണ്ട്, മോള് പറയുന്നതൊക്കെ നേരായിരിക്കും, പക്ഷേ അനിയുടെ മനസ്സിൽ നിന്ന് നന്ദുവിനെ പറിച്ച് കളയാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നന്ദുവിൻ്റെ മനസ്സിൽ അനിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ആകെ ഇങ്ങനെ ഭയങ്കര വിഷമാണ് കേട്ടോ നയനയ്ക്ക്. വീണ്ടും ഇങ്ങനെ നമ്മുടെ അനാമികയാണ് കാണിക്കുന്നത്. അനാമിക ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അനാമികയുടെ കാമുകൻ ഇങ്ങനെ നിൽക്കുവാണ്. അനാമിക അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷം. അവൻ അനാമികയോട് ചോദിക്കുകയാണ്, നമ്മുടെ റൂട്ടൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ടല്ലേ എന്ന്. അന്നേരം അത്ര പെട്ടെന്നൊന്നും ക്ലിയർ ആയില്ല, ഏകദേശം അവിടുന്ന് വരുന്നു, ഏതായാലും ഇറങ്ങി പോരേണ്ട ഒരു സമയമാകുമ്പോൾ ഞാൻ നിന്നെ അറിയിക്കുകയെന്ന് പറയും. അന്നേരം അവൻ വലിയ ഇങ്ങനെ പറയുകയാണ്, നീ അവിടുന്ന് ഒന്നുമില്ലാതെ കൈവീശി വന്നാൽ നിന്നെ ഞാൻ സ്വീകരിക്കും. നമുക്ക് രണ്ടുപേർക്കും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കാം. എനിക്ക് പിന്നെ നിന്നെ ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ല, ആരെയും നോക്കാനുമില്ല, പിന്നെന്താ പേടിക്കാനായിട്ടെന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, അത് നീ പറഞ്ഞത് നേരായിരിക്കും, കുറച്ചു കാലം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും, അത് കഴിഞ്ഞാണല്ലോ സാമ്പത്തികത്തിൻ്റെ ആവശ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ അനന്തപുരിയിൽ നിന്ന് അത്യാവശ്യം സാമ്പത്തികം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം. അവിടുന്ന് ഞാൻ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ കോടികൾ നമ്മുടെ കയ്യിലിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കോടികളുമായിട്ട് വന്ന് എൻ്റെ അച്ഛൻ്റെ കുറച്ച് കടങ്ങളൊക്കെ വീട്ടണം, പിന്നെ ഒരു വീട് മേടിക്കണം, കാറ് മേടിക്കണം, പിന്നെ മിച്ചമുള്ള പൈസ ബാങ്കിലിട്ടാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ നമുക്ക് അതല്ല എങ്കിൽ ആ പൈസ എടുത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു കാൽക്കുലേഷൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവൻ ചോദിക്കുന്നുണ്ട്, ഇതെന്തെങ്കിലും നടക്കുമെന്ന്. അന്നേരം നടക്കുന്ന ദിവസം ഞാൻ നിന്നെ വിളിക്കുമെന്ന് പറയാണ് ഇറങ്ങി പോരാറാവുമ്പോൾ. അന്നേരം അവൻ പറയുന്നുണ്ട്, നടന്നാൽ സന്തോഷം, നടന്നില്ലെങ്കിൽ ഞാൻ നിന്നെ സ്വീകരിക്കും, അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ വണ്ടി അവിടെ കിടക്കട്ടെ, കാറിനാട്ടോ വന്നേ, അപ്പോൾ ആ കാർ അവിടെ കിടക്കട്ടെ, നമുക്കൊന്ന് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ട് വീട്ടിലോട്ട് പോയാലോ എന്ന് ചോദിക്കും. അന്നേരം അനാമിക പറയുന്നുണ്ട്, എടാ നന്ദുവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച വന്നത് നമ്മൾ അത് ഉയർത്തി കാണിച്ച് ആകെ പ്രശ്നമാക്കി വെച്ചേക്കുവാണ്. ഇനി അതേ തെറ്റ് നമ്മളിപ്പോൾ ആവർത്തിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം.
ഏതായാലും ഇപ്പോൾ ഞാൻ പോവുകയാണ്, അതുപോലെ ഓണത്തിന് എനിക്ക് ഡ്രസ്സ് എടുക്കണം, അതിന് നീ തന്നെ എനിക്ക് കടയിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. നേരം നീ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്ന് പറയും. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ചിട്ട് അനാമിക അവിടെ നിന്ന് പോരുവാണ് കേട്ടോ. അനാമിക ഇങ്ങ് പോന്ന് കഴിയുമ്പോഴേക്കും അവനിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, അവൾ അനന്തപുരിയിൽ നിന്ന് കോടികളുമായിട്ട് വന്നിട്ട് വേണം എനിക്ക് എൻ്റെ പ്ലാനൊക്കെ ഒന്ന് നടപ്പിലാക്കാനെന്ന്. അവൻ ഇങ്ങനെ ഇവളെയൊക്കെ ഇങ്ങനെ വലിയ ഉടായ്പാ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ കാണിക്കുന്നത് നയനയാണ് കേട്ടോ. നയന ഇങ്ങനെ ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ റെഡിയാക്കുക ചന്തുമോളെ. അപ്പോൾ ചന്തുമോൾ ഇങ്ങനെ റെഡിയാക്കിയിട്ട് അന്നേരം ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അന്നേരം ചന്തുമോൾ നയനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഓണക്കോടി എടുത്ത് കൊടുക്കുന്നുണ്ടോ എന്ന്. അന്നേരം പിന്നെ അമ്മയ്ക്ക് ഓണക്കോടി എടുത്ത് കൊടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്ക് എൻ്റെ അമ്മ പാവോ എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, അപ്പോൾ ഞാനോ എന്ന്. അന്നേരം നയനമ്മയും പാവോ എന്ന് പറയുമ്പോഴേക്ക് അയ്യോടി ചുന്ദരിക്കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തോളത്തൊക്കെ വെച്ച് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാളെ എന്തൊക്കെയാണ് നമുക്ക് കണ്ടറിയാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.